ജെറമിയ അധ്യായം 2. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നീ ജെറൂസലമിൽ ചെന്ന് വിളിച്ചു പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ കർത്താവിൻ്റെ വിശുദ്ധജനമായിരുന്നു. അവിടുത്തെ വിളവിൽ ആദ്യഫലവുമായിരുന്നു. അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു. അവരുടെ മേൽ വിനാശം നിപതിച്ചു എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. യാക്കോബിൻ്റെ ഭവനമേ, ഇസ്രായേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമേ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്നകന്നു പോയത്? മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ലേച്ഛന്മാരായി തീർന്നു. ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിൻ്റെ നിഴൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞൊരു ദേശത്തേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു, എൻ്റെ അവകാശം മ്ലേച്ഛമാക്കി. കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല. നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല. ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു. പ്രവാചകന്മാർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, വ്യർത്ഥമായവയെ പിഞ്ചൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും. നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കടന്ന് കിത്തീൻ ദ്വീപുകളിൽ പോയി നോക്കൂ. ആളയച്ച് കേദാർ ദേശത്ത് അന്വേഷിക്കൂ. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ. ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ? അവ വ്യാജദേവന്മാരായിരുന്നുവെങ്കിൽ തന്നെ. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്കു വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇസ്രായേൽ അടിമയാണോ? അടിമയായി ജനിച്ചവനാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിനിരയാകുന്നത്? സിംഹങ്ങൾ അവൻ്റെ നേരെ ഗർജിച്ചു, അത്യുച്ചത്തിൽ അലറി. അവൻ്റെ നാട് അവ മരുഭൂമിയാക്കി, അവൻ്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി. മാത്രമല്ല, മെംഫിസിലെയും തഖ്ഫാനിസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു. യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വച്ചതല്ലേ? നൈൽ നദിയിലെ വെള്ളം കുടിക്കാൻ ഈജിപ്തിൽ പോകുന്നത് കൊണ്ട് നിനക്കെന്ത് ഗുണമുണ്ടാകും? യൂഫ്രട്ടീസിലെ വെള്ളം കുടിക്കാൻ അസീറിയയിൽ പോകുന്നത് കൊണ്ട് നിനക്കെന്ത് ഗുണമുണ്ടാകും? നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക. നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു. വളരെ മുൻപേ നീ നിന്റെ നുകമൊടിച്ചു, നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു. ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു. എല്ലാ ഉയർന്ന കുന്നുകളുടെയും മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശ്യയെപ്പോലെ വഴങ്ങി. തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു? എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിലുണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ മലിനയല്ല, ബാല്യൻ്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക, ചെയ്ത കുറ്റം സമ്മതിക്കുക. ഉന്മത്തയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ. മരുഭൂമിയിൽ പരിചയിച്ച കാട്ടുകഴുത മതം പൂണ്ട് മത്തുപിടിച്ച് അവൾ ഓടുകയായിരുന്നു. അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാവും? അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടിപ്പോകേണ്ടി വരികയില്ല. മൈഥുനമാസത്തിൽ അവൾ അവരുടെ മുമ്പിലുണ്ടാകും.
നിന്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക, തൊണ്ട വരണ്ടു പോകാതെയും. എന്നാൽ നീ പറഞ്ഞു, അത് സാധ്യമല്ല, ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ്, അവരുടെ പിന്നാലെ ഞാൻ പോകും. കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും. അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും. നീ എൻ്റെ പിതാവാണ് എന്ന് മരക്കഷണത്തോടും നീ എൻ്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു. അവർ മുഖമല്ല പൃഷ്ഠമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്. എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു. യൂദാ, നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ? നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ. നിന്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ. നിങ്ങൾ എന്തിന് എൻ്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു? നിങ്ങളെല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെയായിപ്പോയി. അവർ തെറ്റുതിരുത്തിയില്ല. ആർത്തി പൂണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി. ഈ തലമുറ കർത്താവിൻ്റെ വാക്ക് കേൾക്കട്ടെ. ഇസ്രായേലിന് ഞാനൊരു മരുഭൂമിയായിരുന്നോ? അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ്, ഇനിയൊരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത്? യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ്! വേശ്യകളെപ്പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ. നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാപങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു. അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല. ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു! അസീറിയയെ പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും. അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങി വരും. നീ വിശ്വാസമർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ല. Chapter 2. This word of the Lord came to me. Go, cry out this message for Jerusalem to hear. I remember the devotion of your youth, how you loved me as a bride, following me in the desert in a land unsown. Sacred to the Lord was Israel, the first fruits of his harvest. Should anyone presume to partake of them, evil would befall him, says the Lord. Listen to the word of the Lord, O house of Jacob, all you clans of the house of Israel, thus says the Lord. What fault did your fathers find in me that they withdrew from me, went after empty idols, and became empty themselves? They did not ask, where is the Lord who brought us up from the land of Egypt, who led us through the desert, through a land of waste and gullies, through a land of drought and darkness, through a land which no one crosses, where no man dwells? When I brought you into the garden land to eat its goodly fruits, you entered and defiled my land. You made my heritage loathsome. The priests asked not, where is the Lord? Those who dealt with the law knew me not. The shepherds rebelled against me. The prophets prophesied by Baal, and went after useless idols. Therefore will I yet accuse you, says the Lord, and even your children's children I will accuse. Pass over to the coast of the Kittim and see. Send to Kedar and carefully inquire, where has the like of this been done? Does any other nation change its gods? Yet they are not gods at all. But my people have changed their glory for useless things. Be amazed at this, O heavens, and shudder with sheer horror, says the Lord. 2 evils have my people done. They have forsaken me, the source of living waters. They have dug themselves cisterns, broken cisterns that hold no water. Is Israel a slave, a bondman by birth? Why then has he become booty? Against him lions roar, full-throated cries.
They have made his land a waste. His cities are charred ruins without inhabitant. Yes, the people of Memphis and Tahpanhes shave the crown of your head. Has not the forsaking of the Lord your God done this to you? And now, why go to Egypt, to drink the waters of the Nile? Why go to Assyria, to drink the waters of the Euphrates? Your own wickedness chastises you, your own infidelities punish you. Know then, and see how evil and bitter is your forsaking the Lord your God, and showing no fear of me, says the Lord, the God of hosts. Long ago you broke your yoke, you tore off your bonds. I will not serve, you said. On every high hill, under every green tree, you gave yourself to harlotry. I had planted you, a choice vine of fully tested stock. How could you turn out obnoxious to me, a spurious vine? Though you scour it with soap and use much lye, the stain of your guilt is still before me, says the Lord God. How can you say, I am not defiled, I have not gone after the Baals? Consider your conduct in the valley, recall what you have done. A frenzied she-camel coursing near and far, breaking away toward the desert, snuffing the wind in her ardor. Who can restrain her lust? No beasts need tire themselves seeking her. In her month they will meet her. Stop wearing out your shoes and parching your throat. But you say, no use, no, I love these strangers, and after them I must go. As the thief is shamed when caught, so shall the house of Israel be shamed. They, their kings and their princes, their priests and their prophets, they who say to a piece of wood, you are my father, and to a stone you gave me birth. They turn to me their backs, not their faces, yet in their time of trouble they cry out, rise up and save us. Where are the gods you made for yourselves? Let them rise up. Will they save you in your time of trouble? For as numerous as your cities are your gods, O Judah, and as many as the streets of Jerusalem are the altars you have set up for Baal. How dare you still plead with me? You have all rebelled against me, says the Lord. In vain I struck your children, the correction they did not take. Your sword devoured your prophets like a ravening lion. You of this generation, take note of the word of the Lord. Have I been a desert to Israel, a land of darkness? Why do my people say, we have moved on, we will come to you no more? Does a virgin forget her jewelry, a bride her sash? Yet my people have forgotten me days without number. How well you pick your way when seeking love, you who in your wickedness have gone by ways unclean, you on whose clothing there is the lifeblood of the innocent, whom you found committing no burglary. Yet withal you say, I am innocent, at least his anger is turned away from me. Behold, I will judge you on that word of yours, I have not sinned. How very base you have become in changing your course. By Egypt will you be shamed, as you were shamed by Assyria. From there also shall you go away with hands upon your head, for the Lord has rejected those in whom you trust. With them you will have no success.